താങ്കളുടെ അപൂർവം ചില ഷോകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. എപ്പോഴും ഒരു ക്രൂരഭാവം, ഭയപ്പെടുത്തുന്ന ഒരു മുഖഭാവമാണ് താങ്കൾക്ക് എപ്പോഴും ഉള്ളത്. അങ്ങനെയാണോ ജീവിതത്തിൽ? ഹൊറർ എലിമെൻറ്റ്സ് അല്ല, ഈ മാജിക് ഷോ, അതായത് ഹൊറർ എഫക്റ്റുള്ള മാജിക്കുകളാണ് ഞാൻ കൂടുതൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. അത് ഇഷ്ടമുണ്ടായിട്ടല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം തമാശ രീതിയിലുള്ള കോമഡി പ്രോഗ്രാംസ് അവതരിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അത് ഈ ഹൊററായി പോകുന്നു. അതിപ്പം എൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത കൊണ്ടും കൊണ്ടാവാം. പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെയൊന്നും അല്ല. ഞാൻ ശരിക്കും ഭയങ്കര ഒരു ഭയങ്കര പേടിയുള്ള ആളാണല്ലേ? പേടിയുള്ള ആളാണ്. അതിന് തെളിവാണ് എൻ്റെ കറണ്ട് ചാർജ് എപ്പോഴും വളരെ വളരെ കൂടുതലാണ് എപ്പോഴും. കാരണം ഏതെങ്കിലും രീതിയിൽ എൻ്റെ കുടുംബം വീട്ടിലില്ലാത്ത അവസരം ഞാൻ ഒറ്റയ്ക്ക് വല്ലോ എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് തോന്നിയാൽ, അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്, ഞാൻ വെളിയിൽ തന്നെ ഒരു ഗൂർക്കയുണ്ട് വീട് നോക്കാനായിട്ട്. അതുകൂടാതെ അകത്തെ ലൈറ്റ് കംപ്ലീറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടാണ് കിടക്കുന്നത്. കാരണം കണ്ണെപ്പോഴടയ്ക്കുന്നു അപ്പോൾ തുടങ്ങും കള്ളിയും കാട്ടി നീലയും രക്തരക്ഷസും അതുപോലെ കടമുറ്റത്ത് കത്തനാരും എന്നു വേണ്ട എല്ലാം. ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ. പക്ഷേ ഇവരൊക്കെയാണ് എൻ്റെ സ്റ്റേജിലും അവരെ ഞാൻ അവതരിപ്പിക്കും. കാരണം ഈ ഒരു ഭയം എന്നിലുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ എന്നിലേക്ക് വരുന്നത്. അതെനിക്ക് ഗുണമാകുന്നുണ്ട്. ഈ പണ്ട് കാലത്തെ മാന്ത്രികരെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുനാളിലൊക്കെ. കാരണം ഇവർ ഈ ഭൂത പ്രേത പിശാചുകളെയൊക്കെ ആവാഹിച്ച് പനയിലും വീട്ടുമുറ്റത്തുള്ള പുളിയിലും ഒക്കെ തറച്ചു വെക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ താങ്കൾക്കും അത്തരം പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ല, ഇതല്ല, അതൊക്കെ സീക്രട്ട്. എന്തായാലും സ്റ്റേജിൽ നോക്കുക, ഇവരൊക്കെയാണ് എൻ്റെ കൂടെ നടക്കുന്ന, എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ സ്റ്റേജിലെ എൻ്റെ കൂട്ടുകാർ. രക്തരക്ഷസ്, കള്ളിയങ്കാട്ട് നീലി എല്ലാം. എല്ലാത്തിനും കൊല്ലും. എല്ലാത്തിനും കൊല്ലും. നീ വീണ്ടും വന്നുവല്ലേ? പോകൂ, മടങ്ങിപ്പോകാൻ പോകൂ, 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 പോകൂ. അല്ലെങ്കിൽ എന്നേക്കുമായി നിന്നെ ഞാൻ ഇല്ലാതാക്കും. നീ പോകില്ലല്ലേ? നിന്നെ ഞാൻ കടന്നുവരാൻ. കടന്നുവരൂ. കയറൂ. പോകൂ, പോകൂ, പോകൂ.
സ്റ്റേജിൽ മജീഷ്യൻ എപ്പോഴും ഒരു അഭിനേതാവായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അഭിനേതാവിന് മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു കഥാപാത്രം ഉണ്ടാവും, ചില വികാര പ്രകടനങ്ങളുണ്ടാവും, അല്ലാതെ സ്റ്റേജിൽ നിൽക്കാൻ കഴിയില്ല. ഒരു മജീഷ്യൻ എന്ന നിലയ്ക്ക് താങ്കൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ താങ്കളുടെ മനസ്സിനെ ഭരിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിൽ തോന്നുന്ന വികാരം എന്താണ്? ഞാൻ ഒരു അഹങ്കാരിയായിരിക്കും. യെസ്, ഒരു അഹംഭാവനിലുണ്ട്. എന്നും കണ്ടേ വെളിയിൽ അഹങ്കാരിയൊന്നുമല്ല, അഹംഭാവമില്ല. എല്ലാവരോടും വളരെ സൗമ്യനായിട്ട് ഞാൻ സംസാരിക്കാറുള്ളൂ. പക്ഷെ സ്റ്റേജിൽ ഞാൻ അങ്ങനെയാണ്. എന്നാൽ മാത്രമേ ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ച് മാജിക് ഷോ, വിജയിക്കത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടാകാം, സ്റ്റൈലൊരു വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പം തന്നെ ആരെങ്കിലും വെള്ളം അടിച്ചേച്ച് ആരെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, ഞാൻ കയറിയില്ല. എനിക്കറിയാം എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അല്ലാതെ ഒരു ബഹളം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അവസരത്തിൽ ദയവ് ഇതെല്ലാവരും സഹകരിക്കണം, പ്ലീസ് കൂവരുത് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മളെന്തെങ്കിലും അത് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും പ്രോഗ്രാം മജീഷ്യൻസ് എപ്പോഴും നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലുള്ളവരെല്ലാം നമ്മളെക്കാട്ടിൽ കഴിവ് കുറഞ്ഞു വരും. യെസ്, വിഡ്ഢികളാവണമെന്ന് ഞാൻ പറയില്ല, കഴിവ് കുറഞ്ഞ ആൾക്കാരാണെന്നൊരു തോന്നലുണ്ടാകണം. എങ്കിൽ മാത്രമേ മാജിക് ഷോ വിജയിക്കത്തുള്ളൂ. ഒരു അഹങ്കാരം ഉണ്ടാവണം.
ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു മജീഷ്യനെ കാണുന്നത് സ്കൂളിൽ വന്ന് അവർ പെർഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുട്ടായി മണ്ണ് വാരിയിട്ടിട്ട് മുട്ടായി തരും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും, ഇത് എന്തെങ്കിലും മണ്ണായി മാറും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മജീഷ്യനെ കാണാനുള്ള സാധ്യത. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. മജീഷ്യന്മാരുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു, പെർഫോമേഴ്സിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. ഇത് മാജിക്കിൻ്റെ ഒരു 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 അക്സെപ്റ്റൻസ് കുറച്ച് കാട്ടുന്ന വിധത്തിലേക്ക് വളർന്നിട്ടില്ലേ എന്ന് തോന്നുന്നുണ്ടോ? സത്യമാണ്. കാണികളെക്കാൾ കൂടുതൽ ഇപ്പം മാന്ത്രികരായി കഴിഞ്ഞു. അപ്പോൾ അതിനൊരു മിസ്റ്ററി ഇല്ലാതായി കഴിഞ്ഞു. പണ്ടൊക്കെ ഈവൻ PC സർക്കാരിൻ്റെ കാലം വരെ ഇതിനൊരു ദുരൂഹത, നിഗൂഢതയുണ്ടായിരുന്നു. അങ്ങനൊരു മാജിക്കിൻ്റെ പിറകിലൊരു നിഗൂഢത നിലനിർത്തണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം മറ്റു കലാരൂപം പോലെ, അതായത് കഥകളി കാണണമെങ്കിൽ അത് കഥ അറിഞ്ഞ് കാണണമെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ മാജിക്കിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. അതിൻ്റെ പിറകിൽ അത് കഥ അറിയാതെ കാണണം. കാണികളെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാത്തവരായിട്ട് വന്നിരുന്ന് കാണണം. കാണുമ്പോഴാണ് അതിശയം, അല്ലേ, കൊള്ളാം എന്നൊക്കെ പറയുന്നത്. കാരണം അല്ല, ഇതിൻ്റെ രഹസ്യം ഇതിങ്ങനെ പോക്കറ്റിൽ നടക്കുന്ന ബോളാണ് മറ്റേയാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇരുത്തിയേച്ച് കാണിച്ചു കഴിഞ്ഞ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും മുഖത്തൊരു അതിശയം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം ഇതെല്ലാം പക്ക ബിസിനസ്സായി മാറിയിരിക്കുകയാണ് പല മാന്ത്രികരും ചെയ്യുന്നത്. അത് തെറ്റാണ്. അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഈ നിഗൂഢത നിലനിർത്തണം എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. അത് കാരണം ഞാൻ ആരെയും അങ്ങനെ പഠിപ്പിക്കാറില്ല, ഒന്നുമില്ല. പക്ഷേ അപ്പോൾ അണ്ടലം ചെയ്യണം, ആരെയും മറ്റാരെയും പഠിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെ ഒരു പുതിയ മാന്ത്രികൻ ഉണ്ടാകും? ഈ കലാരൂപം നശിച്ചു പോകത്തില്ല എന്നുള്ളത്. അർഹതയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അർഹതയുള്ളവർ വരുന്നില്ല എന്നുള്ള സത്യം. ഇന്ന് ഞാൻ പറയട്ടെ, എത്രമാത്രം സ്കൂളുകൾ മാജിക് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇന്ന് കേരളത്തിൽ എനിക്കറിയാം. ഇതെല്ലാം ഓരോ സീസൺ, അതായത് 2-3 മാസം കൂടെ ഓരോ ബാച്ച് ഇറങ്ങുകയാണ്. എനിക്ക് എൻ്റെ മകൻ ഇപ്പം വാനോളം ഉയരണം, അവനെല്ലാം ചെയ്യണം. കാരണം പല ഇതിനുണ്ട്, പല രീതിയിലുള്ള മാജിക്കുകളുണ്ട്. ക്ലോസപ്പ്, കഞ്ചൂറിങ് ആക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീറ്റ് മാജിക്, ഇലൂഷൻസ് എല്ലാം ഉണ്ട്. എല്ലാം പഠിക്കണം. അല്ല ഞാൻ വന്നിട്ട് ഞാൻ സ്ട്രീറ്റ് മാജിക്ക് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ അല്ലെ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല, അത് പൂർണ്ണനാകുന്നില്ല. അപ്പം എല്ലാം പഠിപ്പിക്കണം. ഇത് പഠിപ്പിച്ചോട്ടെ, ആരെയും പഠിപ്പിച്ചോട്ടെ. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, ഒരു മാസം അല്ല ഒരു വർഷം എത്ര മാത്രം മാന്ത്രികർ ലേബലിൽ ഇറങ്ങുന്നുണ്ടെന്നറിയാം. പക്ഷെ ഇതിൽ എത്ര മാന്ത്രികർ അല്ല എത്ര പേര് മാജിക് അവതരിപ്പിക്കുന്നുള്ള ശ്രദ്ധിക്കണം. എന്നാൽ പണ്ട് വാഴക്കുന്നൻ നമ്പൂതിരിയുടെ കാലത്ത് അന്ന് ഇന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ മാന്ത്രികരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നുള്ള സത്യം. കാരണം അർഹതയുള്ളവരെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം മാജിക് പഠിപ്പിക്കുമായിരുന്നു. അത് കാരണം ഇന്ന് അവരെല്ലാം പ്രഗത്ഭരായി. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എല്ലാവരും പറയും, ഉടനെ ഒരു കാർഡ് എടുത്ത് ഞാൻ മാന്ത്രികനാണ് കേട്ടോ എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എത്ര പേര് പെർഫോം ചെയ്യും? ദീർഘകാലം ഗൾഫിൽ ഒരു നല്ല ജോലിയിൽ, ഒരു എഞ്ചിനീയറായി നല്ല ജോലിയിൽ ഇരുന്ന ആളാണ് സാമ്രാജ് എന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അതിൽ നിന്ന് മാജിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതെങ്ങനെയാണ് ആ ചേഞ്ച് സംഭവിച്ചത്? ചെറുപ്പത്തിൽ ഒരു മജീഷ്യൻ്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ ഇതിൽ താല്പര്യം എടുത്തത്. അന്ന് പക്ഷേ എനിക്ക് മാജിക് പഠിക്കണമെന്നൊരു ആഗ്രഹമായി നടന്ന് ആരും എന്നെ പഠിപ്പിച്ചില്ല. പിന്നീട് ഈ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഞാൻ പലരോടും നടന്ന് പഠിക്കാതെ നേരെ ഗൾഫിലെത്തിയതിന് ശേഷം എഞ്ചിനീയറായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ കമ്പനിയിലുള്ള ഒരു മജീഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ കുട്ടി എന്ന് പറയും, ഇദ്ദേഹത്തിൻ്റെ നിന്ന് ബാലപാഠങ്ങൾ ഞാൻ പഠിക്കുന്നത്, അദ്ദേഹം പരിചയപ്പെടുകയും ബാലപാഠവും അതിലൂടെയാണ് ഞാൻ ഇങ്ങനെ ആകുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫോറിൻ മജീഷ്യൻസാണ്, എല്ലാം മലയാളികളാരുമല്ല. അതിൽ പ്രഗത്ഭരായിരുന്നു UK സ്വദേശിയായ പോൾ ഡാനിയൽ, അതായത് നോർവേ സ്വദേശിയായ ഫിൻ ജോൺ തുടങ്ങിയവർ. ഇവരുടെ സഹായത്തോടെ ഞാൻ അല്പസ്വല്പം മാജിക്കുകളൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി. ആദ്യം ക്ലബ്ബുകളിലും ചർച്ചുകളിലും ഒക്കെ ആയിരുന്നു. പിന്നീട് അത് വളർന്ന് അതായത് അത് ദുബായിൽ വെച്ചായിരുന്നത്. ദുബൈയിൽ നിന്ന് ഞാൻ വെളിയിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാകുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്, സ്റ്റൈല് കുഴപ്പമില്ല കേട്ടോ, ചെയ്യുന്നുണ്ട്, അതായത് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ്, ടാലൻറ്റ് പ്രത്യേകത ഉണ്ട് എന്ന് അവർ പറയുന്നു. അപ്പോൾ അങ്ങനെ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള സത്യമാണ്. അപ്പോൾ അവിടെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് എൻ്റെ ആഗ്രഹം നാട്ടിൽ പോയി നല്ലൊരു ട്രൂപ്പ് തുടങ്ങണം. അന്നത്തെ ആഗ്രഹം 20 പേരുള്ള ട്രൂപ്പ് എനിക്ക് തുടങ്ങണമെന്നുള്ളതാണ്. 20 പേരുള്ള വലിയ ട്രൂപ്പ് തുടങ്ങണമെന്നുള്ളത്. ഇന്ന് ഓർക്കുക, അണ്ടർലൈൻ ചെയ്യുക, ഇന്ന് എനിക്ക് ദൈവസഹായത്താലും 30 പേരുള്ള വലിയ ടീമാണ് എനിക്കുള്ളത്. അങ്ങനെ ഈ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് നാട്ടിൽ പോയി തുടങ്ങുക? അപ്പം ഒരു കയ്യിൽ ഞാൻ
അതായത് മജീഷ്യൻ ആവണം എന്നൊരാഗ്രഹം. ഇങ്ങനെ സൈഡിൽ എഞ്ചിനീയർ ആയിരിക്കണം, എഞ്ചിനീയർ വേണോ മജീഷ്യൻ ആവണോ, എഞ്ചിനീയർ വേണോ മജീഷ്യൻ ആവണോ. ഓക്കെ, ലാസ്റ്റിൽ മജീഷ്യന് തന്നെ നറുക്ക് വീണു, മജീഷ്യനാകുക. എല്ലാം ഒന്നും ചിന്തിച്ചിട്ടില്ല, ജോലി രാജിവെച്ച് ഞാൻ നാട്ടിൽ കുടുംബമായിട്ടെത്തി. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ എൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് ഡിസ്കറേജ് ചെയ്തതിൽ, സാമ്രാജ്യം ഒരിക്കലും പോകരുത്, നാട്ടിൽ അത്ര സുഖമായൊരു കാലാവസ്ഥയല്ല, കലാകാരനായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, നല്ലൊരു എഞ്ചിനീയറിംഗ് ജോലി കളഞ്ഞിട്ട് പോട്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് പോകരുത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ മജീഷ്യൻ ആവണം എന്നൊരാഗ്രഹം. അങ്ങനെ എല്ലാം വിട്ടിട്ട് ഞാൻ നാട്ടിൽ വന്നു. അങ്ങനെ ഒരു ട്രൂപ്പിന് രൂപം കൊടുത്തു. ഇന്ന് നിങ്ങളറിയുന്ന ഒരു സാമ്രാജ്യമായി, ഈ ലെവലായി. ഒത്തിരി ഭാഗ്യമുണ്ടായി. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു സഹായം എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ആഗ്രഹിക്കുന്ന പോലൊക്കെ നടക്കാമെന്ന് പറയാം, അതല്ലേ ഏറ്റവും വലുത്. എൻ്റെ ശ്രമമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ദൈവം എന്നെ സഹായിക്കുന്നു. ഇത്ര ഒരു വലിയ പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുന്നു, എന്നിട്ടൊരു മാജിക് ട്രൂപ്പ് ആരംഭിക്കുന്നു, നാട്ടിൽ മൊത്തം മാജിക് കളിച്ച് നടക്കാൻ തീരുമാനിക്കുന്നു. ആ ഒരു തീരുമാനം എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നിട്ടുള്ളത് ഭാര്യയുടെ കയ്യിൽ നിന്നല്ലേ? യെസ്, ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം അതുകൊണ്ട് സന്തോഷിക്കുന്നുമുണ്ട്. കാരണം എവിടെ പോയാലും ഇദ്ദേഹം, എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ അമേരിക്കയിൽ പോയി, UK പോയി, എവിടെയും അദ്ദേഹമുണ്ട്. അതില്ലാതെ എനിക്കൊരു മാജിക് ഇല്ല എന്നുള്ള സത്യം. കാരണം എൻ്റെ സഹായമായിട്ട് എപ്പോഴും എൻ്റെ തണലായിട്ട് കൂടെ ഉണ്ട്. ഈ ഓണക്കാല എക്സ്പീരിയൻസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവരൊക്കെ സെലിബ്രിറ്റീസ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഓണക്കാല ഓർമ്മകൾ, പ്രത്യേകിച്ച് താങ്കളുടെ ഇതൊരു ഗ്രാമമാണ്, തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും. ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു അത് ഓർക്കാൻ. എൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ള ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. അവർക്കിപ്പോഴും വേറെ കമ്പ്യൂട്ടർ യുഗത്തിലൊക്കെയാണ് എന്തോ. പക്ഷെ എനിക്ക് ഓർക്കാൻ ഓണത്തെപ്പറ്റി ഒരു നല്ല സ്വപ്നമുണ്ട്. കാരണം ഒരു സംഭവം, എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഓക്കെ, ഇനിയും ഓണം അവധിയാണ്. ഓണാവധി തുടങ്ങി. ഞങ്ങളെല്ലാം കൂട്ടുകാരെല്ലാം അയലത്തുകാരെല്ലാം ഇവിടെ കൂടി നിന്നിട്ട് അന്ന് ഇന്നും ഉണ്ടത് കടുവകളി. അത് പുലികളി എന്ന് ചിലർ പറയും, കടുവകളി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. കടുവകളി ഇന്നത്തെ പോലെ പെയിൻ്റ് അടിയൊന്നുമല്ല. ദേഹത്ത് പെയിൻ്റ് അടിച്ച ഈ പുലിയെ സൃഷ്ടിക്കുകയല്ല. ശരിക്കും പറഞ്ഞ് ഓണപ്പുല്ലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പുല്ലുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്നത്. ഇതെല്ലാം ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ കടുക് പോലൊരു ഒരു ഓർമ്മ, ശരി, അതിന് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, കടുക് പോലൊരു കായൊക്കെ ഉണ്ട് അതിൽ ചെറിയത്. ഇതെല്ലാം ഈ ഹൈറ്റേ വരും, ഒരു അരയടി 3/4 അടി ഹൈറ്റ് വരും. അതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ദേഹത്തെല്ലാം വെച്ച് കെട്ടി ഒരു വലിയൊരു ഭയാനക രൂപമാക്കും. പിന്നെ മുഖത്തൊക്കെ ഒരു പാള വെട്ടി 2 ഹോളും ഒക്കെ ഇട്ടതിന് ശേഷം തൊപ്പിയൊക്കെ വെച്ച്, തൊപ്പി വെക്കത്തില്ല അതല്ല, പക്ഷെ സായിപ്പ് അപ്പുറത്തുണ്ട്. സായിപ്പ് ശരിക്കും തോക്കൊക്കെ ആയിട്ട് വരികയാണ്. ഇതിൽ ഓരോ വീട്ടിലും കയറിറങ്ങി നടക്കും. ചെണ്ട കൊട്ടി, ആ ചെറിയ പാട്ടയും കൊട്ടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഒക്കെ തുടങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ കടുവ കളിക്കുന്നു. ഉടനെ തന്നെ സായിപ്പിൻ്റെ പുറകിൽ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നു. ലാസ്റ്റ് ഏതോ ആ ഡാൻസ് കഴിയുമ്പോഴത്തേക്ക് ഒരു വെടിയാണ്. ഈ വെടിവെക്കും, പുലിയെ വെടിവെച്ചു മരിക്കുന്നു. ഉടനെ തന്നെ സായിപ്പ് വിജയിക്കുന്നു. നേരെ ചെല്ലുന്നു, ആ വീട്ടിൽ ചെന്ന് കൈ നീട്ടുന്നു. ഇന്നത്തെ പോലെ പൈസ അല്ല കൊടുക്കുന്നത്, ഉപ്പേരിയാണ് കൊടുക്കുന്നത്. എല്ലാ വീട്ടിലും ഉപ്പേരി ഉണ്ടാക്കുന്ന, അല്ല ബേക്കറിയിലെ ഉപ്പേരിയൊന്നുമല്ല, വീട്ടിലുണ്ടാക്കും. ഈ ഉപ്പേരി വാങ്ങിക്കുന്നു, വലിയ സഞ്ചി സഞ്ചി നിറയെ ഉപ്പേരിയായിട്ടാണ് അന്ന് വീട്ടിൽ വരുന്നത്, തിരിച്ചു വരുന്നത്. പക്ഷേ കാടോട്ടിലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വീടുണ്ട്. അവിടെ കൃഷിക്കാരാണ്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഭയങ്കര 2 നിലംതുറു എന്നൊക്കെ പറയും, നിലം വരെ മുട്ടി നിൽക്കുന്ന ഭയങ്കര തുറുവാണ്. കച്ചി തുറു, വൈക്കോലിൻ്റെ തുറുവാണ്. അത് 2-3 ആ വീട്ടിലുണ്ട്. ഭയങ്കര ഏരിയ കംപ്ലീറ്റ് ഇതാണ്, വലിയ കൃഷിക്കാരാണ്. ആ വീട്ടിൽ ചെന്നപ്പം കൂടുതൽ ഉപ്പേരി കിട്ടും, ധനികരാണ്. ഉപ്പേരി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വലിയ ഗമയിൽ കളി അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങ് ആരംഭിച്ചു. എന്നിട്ട് പെർഫെക്ഷൻ്റെ കാര്യത്തിലാന്ന് ഞാൻ ഇച്ചിരി മുന്നോട്ടാണ്. ഇന്നും അത് തന്നെ, ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പം അവിടെ ചെന്ന് കൂടുതൽ ഈ കഥാപാത്രത്തിനോട് താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറയുന്നില്ലേ, അത് കടുവ എങ്ങനെ വെടികൊണ്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. വെടികൊണ്ട് കുറേ ഓടുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ട്. നേരെ ഓടിയത് ഈ തുറുവിനടിയിലോട്ടാണ്. ഓടി ചെന്ന് അതിനകത്തോട്ട് കയറി. അപ്പോഴത്തേക്ക് അവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എന്തോ പെർഫെക്റ്റ് ആക്ടാണ്. അകത്ത് കയറി എത്ര സ്പീഡിൽ അകത്തോട്ട് പോയോ അത്രയും സ്പീഡിൽ കുടുക്കുടുക്കുടുന്ന് പറഞ്ഞ് ഞാൻ വെളിയിലേക്ക് ഓടി ചാടി വന്നു. എന്താ കാര്യം, എൻ്റെ കൂടെ വേറൊരാളുണ്ട്, കൂട്ടുകാരനൊരു പട്ടി, ഒരു നായ, നാടൻ നായ പെറ്റ് കിടക്കുമായിരുന്നേ.
ഒരു 5-6 കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അതിനകത്ത് കിടക്കുക. അത് പേടിച്ചു പോയി. ഇതെന്തോ ഇത് വല്ലാതൊരു മനുഷ്യനാണോ അല്ല പുലിയാണോ അല്ല എന്തോ രൂപം, ഈ പോച്ച എല്ലാം കൂടെ വെച്ച് കെട്ടിയിരിക്കുകയല്ലേ, പുല്ലെല്ലാം കൂടെ ഓടി വന്നു. എന്തോ എന്നെ കടിക്കുന്നുണ്ടത് പുറയിൽ. പക്ഷേ അതിനെ ഞാൻ ഫുള്ളാക്കി. കടി കൊണ്ട് ഈ കാലിനൊക്കെ ഈ വണ്ണമാണ്, ഈ പുല്ലേലാണ് കടിക്കുന്നത്. ഇവിടെ കടിച്ചിട്ട് അത് തോറ്റ് അത് മാറിപ്പോയി. പക്ഷെ ഞാൻ വിളിച്ചു കൂവിക്കൊണ്ട് ഓടി റോഡിലെത്തി. അന്ന് ഉപ്പേരും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. അന്ന് ഞാൻ അങ്ങനൊരു ഓർമ്മ എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, അങ്ങനൊരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. ഇതാണ് എനിക്ക് ഒരു ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ വരുന്ന കടുവാകളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ.